നമുക്ക് അടുത്തതായിട്ട് സൈബർ എത്തിക്സിനെ പറ്റി പഠിക്കാം. സൈബർ എത്തിക്സ്, സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. സൈബർ എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുന്ന വാക്ക് സ്റ്റഡി ഓഫ് റൈറ്റ് ആൻഡ് റോങ്, അതായത് ശരിതെറ്റുകളുടെ പഠനം. സൈബർ രംഗത്ത് ശരികളുടെയും തെറ്റുകളുടെയും ഒക്കെ ഒരു പഠനം തന്നെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. സൈബർ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിനെ തന്നെയാണ് സൈബർ യുഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളും മറ്റ് സ്ഥാപനങ്ങളും, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് തന്നെ കാണുന്ന ഒരു വിഭാഗമാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഡേറ്റകൾ സുരക്ഷിതമായിരിക്കുക, ഫയലുകൾ സുരക്ഷിതമായിരിക്കുക, അനാവശ്യമായിട്ട് ആരും നമ്മുടെ നെറ്റ്വർക്കിനകത്തോട്ട് അതിക്രമിച്ച് കടക്കാതിരിക്കുക, അതേപോലെ തന്നെ മറ്റ് നെറ്റ്വർക്കിനകത്തോ അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനകത്തോ യാതൊരു നശീകരണ പ്രവൃത്തിയും നടത്താതിരിക്കുക, ഇന്റർനെറ്റ് വഴി മറ്റൊരു അറ്റാക്കുകൾ ഒന്നും വരാതിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടിച്ചേരുന്നതാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി. Cyber security is the protection of information system from theft or damage of hardware and software and to the information on them, as well as from disruption or misdirection of the service they provide. അതായത് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ കമ്പനികളുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത സ്ഥാപനങ്ങളില്ല, അതുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റ് മേഖലകളില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടർ പിടിമുറുക്കിയിരിക്കുകയാണ്. ബാങ്കിങ് രംഗത്തായാലും, അതേപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന രംഗത്തായാലും, ടിക്കറ്റ് റിസർവേഷൻ പോലെയുള്ള രംഗത്തായാലും, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള രംഗത്തായാലും, അങ്ങനെ എന്ന് വേണ്ട നമ്മൾ കാണുന്ന കേൾക്കുന്ന എല്ലാ മേഖലകളിലും ഇൻഫർമേഷൻ ടെക്നോളജി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഡേറ്റ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നുഴഞ്ഞു കയറിയിട്ട് ഈ ഡേറ്റ നശിപ്പിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു രംഗത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ്. കമ്പനികളെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു ഭീഷണി തന്നെയാണ്, ലോകം മുഴുവനായിട്ട് കാണുന്ന ഏറ്റവും വലിയൊരു ഭീഷണി തന്നെയാണ് ഈ ഡേറ്റകളോ ഇൻഫർമേഷൻ സിസ്റ്റമോ നശിപ്പിക്കുക എന്നുള്ള കാര്യം. രാജ്യങ്ങൾ തങ്ങളിലുള്ള അറ്റാക്കുകൾ തന്നെ സൈബർ അറ്റാക്കുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ശൃംഖലകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ നിശ്ചലമാക്കാൻ സഹായിക്കുന്നതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം രാജ്യത്തെ ചലിപ്പിക്കുന്നത് പോലും നെറ്റ്വർക്കുകളാണ്, ലോകത്തെ ചലിപ്പിക്കുന്നത് നെറ്റ്വർക്കാണ്. ഇന്റർനെറ്റോ നെറ്റ്വർക്കോ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റി നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്നത് ഇന്റർനെറ്റോ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ തന്നെയാണ് എല്ലാ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. ഇതിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റം ഒഴിവാക്കുക, ഡേറ്റ നശിപ്പിക്കൽ ഒഴിവാക്കുക, അതേപോലെ തന്നെ പരമാവധി സെക്യൂർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഓരോ കമ്പനികളുടെയും ബാധ്യത തന്നെയാണ്. അതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. തൊട്ടടുത്ത നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെറ്റ്വർക്കിലോട്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിങ് ഒഴിവാക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസിസ്റ്റ് ഓഫ് ദ പോളിസീസ് അഡോപ്റ്റഡ് ടു പ്രിവെന്റ് ആൻഡ് മോണിറ്റർ അൺഓതറൈസ്ഡ് ആക്സസ്, misuse, modification or denial of computer network and network accessible resources. ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സപ്പെടുത്തലുകളോ അനാവശ്യമായ മോഡിഫിക്കേഷൻസ് നടപ്പിലാക്കലോ എല്ലാം ഒഴിവാക്കുന്നതിന് തന്നെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് മെനി കോമ്പണന്റ്. ഐഡിയലി ഓൾ കോമ്പണന്റ് വർക്ക് ടുഗദർ which minimize maintenance and improve security. Network security components include antivirus and anti-spyware, firewalls to block unauthorized access of your network, intrusion prevention system, virtual private network,
ഇത്തരത്തിലുള്ള ടെക്നോളജികളെല്ലാം ഫയർവാളുകളും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസങ്ങൾ, അതായത് യൂസർ നെയിം പാസ്വേഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസവും ആന്റിവൈറസും ആന്റി സ്പൈവെയറുകളും അതേപോലെയുള്ള കാര്യങ്ങളുമെല്ലാം ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റംസും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിനെ പ്രിവെന്റ് ചെയ്യുക, മറ്റൊരാൾക്ക് ഈ നെറ്റ്വർക്കിനകത്തോട്ട് അതിക്രമിച്ച് കടക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റിയും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും ഈ ആധുനിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ തന്നെയാണ്. സൈബർ സെക്യൂരിറ്റിക്കകത്ത് നിരവധി തൊഴിൽ സാധ്യതകൾ പോലും എല്ലാ കമ്പനികളും ഏറ്റവും വലിയ തോതിൽ തന്നെ തൊഴിൽ സാധ്യത പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സൈബർ സെക്യൂരിറ്റിക്കകത്ത് ആ ഒരു മേഖലയിൽ തന്നെയാണ്. ഹാക്കർമാർ ആയിട്ട് നിയമിക്കാറുണ്ട്. വൈറ്റ് ക്യാപ്പ് ഹാക്കർമാർ എന്നൊക്കെ പറയും. നമ്മൾ 2-3 തരത്തിലുള്ള ഹാക്കർമാർ നുഴഞ്ഞു കയറി എന്തെങ്കിലും തരത്തിൽ നശീകരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്രിമിനൽസ് അല്ല ചെയ്യുന്നത്. ഈ കമ്പനികളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഈ ഹാക്കർമാരായിട്ട് തന്നെ അവർ കമ്പനികൾ തന്നെ നിയമിക്കാറുണ്ട്. കാരണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞു കയറ്റാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ കമ്പ്യൂട്ടറിനെ പറ്റിയും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തുള്ള മെക്കാനിസത്തെ പറ്റിയും നെറ്റ്വർക്കിനകത്തുള്ള മെക്കാനിസത്തെ പറ്റിയൊക്കെ വളരെ തീവ്രമായിട്ട് അതിനെപ്പറ്റി നല്ല താല്പര്യമുള്ള ആൾക്കാരാണ് ഈ ഹാക്കർമാരായിട്ട് മാറുന്നത്. ഹാക്കർമാരെന്ന് പറയുന്നത് എല്ലാം ക്രിമിനൽസോ അല്ലാന്നുണ്ടെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ളവരോ മാത്രമൊന്നുമല്ല. അത് ബ്ലാക്ക് ക്യാപ്പ് ഹാക്കർമാരെന്ന് പറയുന്ന ഒരു വർഗം മാത്രമാണ്. എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, അതായത് നിയമാനുസൃതമായിട്ടുള്ള ഹാക്കിംഗ് ഉണ്ട്. കമ്പനികൾ തന്നെ അവരുടെ നെറ്റ്വർക്കിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്യൂസുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ പറ്റി നിരന്തരം വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള വൈറ്റ് ക്യാപ്പ് ഹാക്കർമാരുണ്ട്, പിന്നെ ഗ്രേ ക്യാപ്പ് ഹാക്കർമാർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി തരത്തിലുള്ള ഹാക്കിംഗ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഹാക്കിംഗ്, ക്രാക്കിംഗ് എന്നൊക്കെ പറയുന്നതെല്ലാം സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇനി അതാണ് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 ഏരിയകൾ ഓർമ്മയിരിക്കണം. സൈബർ ക്രൈമുകളും സൈബർ സെക്യൂരിറ്റിയും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ സൈബർ ക്രൈമിലേക്ക് ഏതൊക്കെ തരത്തിലാണ് സൈബർ ക്രൈമുകൾ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. സൈബർ ക്രൈമുകൾ പല തരത്തിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഈ ലോകത്ത് ഏറ്റവും അധികം സൈബർ ക്രൈമുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള, നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ എപ്പോഴും കേൾക്കാറ് തന്നെയുണ്ട്. സൈബർ ക്രൈമുകൾ നടക്കുന്നു എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ ഈ കറക്റ്റ് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ പലതരത്തിൽ ആൾക്കാരെ വഞ്ചിക്കുന്ന പരിപാടികളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചുകൊണ്ടൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിനകത്തുനിന്നോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡിനകത്തുനിന്നോ ബാങ്കിന്റെ ATM കാർഡിൽ നിന്നൊക്കെ പൈസ മോഷ്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പത്രത്തിലൂടെ വായിക്കാറുണ്ട്. അതേപോലെ തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ പലതരത്തിലുള്ള, നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൊബൈലൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള കളിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരന്തരം പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൈബർ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഉപയോഗിക്കേണ്ടുന്ന കാര്യങ്ങളായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള മൊബൈലും ഇന്റർനെറ്റും അതുപോലെയായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജികളുമെല്ലാം. ഇതിനകത്ത് കാണുന്നതിൽ പകുതി പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് മാറുന്നു. അതായത് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ട രേഖകളും അതേപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസകളും നമ്മളുടെ മാനനഷ്ടം, നമുക്ക് ഉള്ള അഭിമാനക്ഷതവും എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഈ സൈബർ ക്രൈമുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അതേപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളായാലും എല്ലാം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഴമേറിയ ഗർത്തങ്ങളുടെ അടുത്താണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഓർമ്മ വേണം എന്നുള്ള കാര്യമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ കുട്ടികളോട് പറയാറുള്ളത്. കാര്യം, കാല് വെറുതെ ചെറുതായിട്ടൊന്ന് വഴുകിപ്പോയാൽ വഴുവഴുക്കുള്ള പാറയുടെ മേളിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിന് താഴെ ആഴമേറിയ ഗർത്തമാണുള്ളത്.
ചെറുതായി കാലൊന്ന് തെറ്റിപ്പോയാൽ നമ്മൾ ആഴമേറിയ ഗർത്തത്തിലേക്കാണ് പതിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇന്റർനെറ്റ് ആയാലും അതുമായിട്ട് ബന്ധപ്പെടുന്ന ടെക്നോളജികളായാലും ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം ഈ സൈബർ ക്രൈമുകൾ, സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നീ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ഏതെല്ലാം തരത്തിലുള്ള ക്രൈമുകളാണ് പ്രധാനമായിട്ടും നിലവിലുള്ളത് എന്നുള്ളതിനെ പറ്റി വെറുതെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ടുള്ളത് ചൈൽഡ് അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് it involves the use of computer network to create, distribute or access material that sexually exploit underage children. പ്രായം കുറഞ്ഞ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യാനായിട്ട്, അതായത് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനായിട്ട് ഇന്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട ടെക്നോളജികളും യൂസ് ചെയ്യുന്നത് ഒരു വലിയ സൈബർ ക്രൈം തന്നെയാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നതും അത് വിതരണം നടത്തുന്നതും അത് കാണുന്നത് പോലും കുറ്റകരം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇന്റർനെറ്റോ അതുമായി ബന്ധപ്പെട്ട ടെക്നോളജികളോ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അതിപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പത്രത്തിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ കേൾക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പ്രധാന പങ്ക് ഇന്റർനെറ്റോ മൊബൈൽ ഫോണും എല്ലാം വഹിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാതെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഇന്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട ടെക്നോളജികളുമെല്ലാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇന്റർനെറ്റ് ഈ ചൈൽഡ് അബ്യൂസ് നടക്കാൻ സാധ്യതയുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെ വേണം. അതൊരു പ്രധാന സൈബർ ക്രൈം ആണെന്നുണ്ടെങ്കിലും അറിയാതെ പോലും പല കുഞ്ഞുങ്ങളുടെയും കാലിടറി അങ്ങോട്ട് വീഴാറുണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രം, കാണുന്നതെല്ലാം സത്യമല്ല എന്ന രീതിയിൽ തന്നെ വേണം സൈബർ യുഗത്തിൽ ഇന്റർനെറ്റ് കുട്ടികൾ ഉപയോഗിക്കാൻ. കുട്ടികളെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുട്ടികളെ ഒരു കാര്യം വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ വേണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. രണ്ടാമതായിട്ടുള്ളത് കമ്പ്യൂട്ടർ ഇൻട്രൂഷൻ ഓർ ഹാക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കടക്കുന്നതിനെയാണ് ഹാക്കിംഗ് അല്ലെങ്കിൽ ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ അതിക്രമിച്ച് കടന്നതിന് ശേഷം അതിനകത്തുള്ള ഇൻഫർമേഷൻസ് മോഷ്ടിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഹാക്കിങ്ങിനകത്ത് വരുന്നതാണ്. അപ്പം അതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാക്കിംഗ്, നിയമാനുസൃതമുള്ള ഹാക്കിംഗ് ഉണ്ട്, എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, അതല്ലാതെയുള്ള ബ്ലാക്ക് ക്യാപ്പ് ഹാക്കിംഗ്, ഗ്രേ ക്യാപ്പ് ഹാക്കിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഹാക്കിംഗും ഉണ്ട്. എ ഹാക്കർ ഈസ് an unauthorized user who attempt to gain access to an information system. Hacking is a crime even if there is no visible damage to the system, since it is an invasion into the privacy of data. ഈ നമ്മളുടെ പ്രൈവസി, ഡേറ്റ മോഷ്ടിക്കുക എന്നുള്ള, ഡേറ്റ എന്ന് പറയുന്നത് ഈ ഒരു ആധുനിക യുഗത്തിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള ഒരു സാധനം തന്നെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളുടെ വൻ ശേഖരം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പിച്ച് തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള പല സംഗതികളും അല്ലെങ്കിൽ പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ പോലും കണ്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ഹാക്കിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡേറ്റകൾ മോഷ്ടിക്കാനായിട്ട് നെറ്റ്വർക്കിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ അതിക്രമിച്ച് കിടക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു ഇതൊരു ക്രൈമാണെന്നുള്ള കാര്യം. പക്ഷേ എല്ലാ ഹാക്കിങ്ങും ക്രൈമാണെന്ന് തന്നെ കരുതരുത്. ഹാക്കിംഗ് എന്ന് പറയുന്നത്, എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത്, ഒരു കമ്പനി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഹാക്കർമാരെ നിയമിച്ചുകൊണ്ട് അവരുടെ നെറ്റ്വർക്കിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ത്രെഡ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിനെയും ഹാക്കിംഗ് എന്ന് പറയും. അപ്പം അത്തരത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു വലിയ തൊഴിൽ മേഖല തന്നെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാ ഹാക്കർമാരും ക്രിമിനൽസ് ഒന്നുമല്ല. ഓക്കെ, ക്രാക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു പരിപാടിയുണ്ട്. അത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിമിനൽ തന്നെയാണ്. The doubtful feeling to know that a stranger has broken into user computer system without the user's knowledge and consent and has tampered with the precious confidential data and information. Crackers are different with hackers.
because hackers are hired by companies to audit network security or test software, but crackers do same work for their own profit or to harm others. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തികളാണ് ഈ ക്രാക്കർമാർ ചെയ്യുന്നത്. ക്രാക്ക് ചെയ്യുക, നമ്മളെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് നടത്തുക, സോഫ്റ്റ്വെയറിനെയൊക്കെ ക്രാക്ക് ചെയ്തെടുക്കുക, അവരുടെ യൂസർ നെയിം പാസ്വേഡും എല്ലാം മോഷ്ടിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള നശീകരണ പ്രവർത്തികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്, കാർഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. ക്രെഡിറ്റ് കാർഡിന്റെ യൂസർ നെയിം പാസ്വേഡ് മോഷ്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് ATM മുഖാന്തരമെല്ലാം പൈസ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് വഴിയൊക്കെ പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയയ്ക്കാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഫെയിൽസ് ATM കാർഡ്, അതായത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് യൂസ്ഡ് ബൈ ക്രിമിനൽസ് ഫോർ ദർ മോണിറ്ററി ബെനിഫിറ്റ്സ് ത്രൂ വിഡ്രോയിങ് മണി ഫ്രം ദ വിക്ടിംസ് ബാങ്ക് അക്കൗണ്ട്. ഏതെങ്കിലും ഒരാളിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഇതുവഴി മോഷ്ടിക്കുന്നതിനെയാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇമെയിൽ ഓർ SMS സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a spoofed email or SMS may be said to be one which misrepresent its origin. It shows its origin to be different from which actually its originate. Here an offender steal identity of another in the form of email address, mobile number, etc. and send messages via internet. അതായത് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറോ യൂസ് ചെയ്തുകൊണ്ട് നമ്മളാണെന്ന വ്യാജേന മറ്റൊരാൾക്ക് മെസ്സേജുകൾ അയച്ച് അവരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഇമെയിൽ ഓർ SMS സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൈബർ ക്രൈമുകൾ നിരന്തരം നടക്കുന്നുണ്ട്. കബളിപ്പിക്കുക, മറ്റുള്ളവരെ കബളിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സൈബർ ക്രൈമുകൾക്ക് എതിരെയും നമ്മൾ എപ്പോഴും ജാഗ്രത പാലിച്ചിരിക്കണം. ഫിഷിംഗ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള സൈബർ ക്രൈമാണ്. ഫിഷിംഗ് മീൻസ് അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എക്സെട്ര ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഫിഷിംഗ് കോമൺലി യൂസ് ഫേക്ക് ഇമെയിൽ or fake messages which contain link of virus, malware, infected fake websites. These websites request users to enter their personal details. അതായത് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ ഒക്കെ കടക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും, കയറിപ്പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇമെയിലിന്റെ യൂസർ നെയിം പാസ്വേഡും ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സംബന്ധിച്ചുള്ള ഡീറ്റെയിലോ ഡെബിറ്റ് കാർഡിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലുമായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഒരു ഡീറ്റെയിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഈ നമ്മൾ ആ ഉത്തരവാദിത്തപ്പെട്ട സൈറ്റിൽ നിന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പം ഇതൊരു മാൽവെയർ ആവാനോ ചിലപ്പം ഒരു വൈറസ് ആവാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുവഴി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് മോഷ്ടിച്ചതിന് ശേഷം അതുവഴി ഫ്രോഡ് നടത്താൻ പറ്റും. അപ്പം അത് ഒരു തരത്തിലുള്ള ഫിഷിംഗ് ആണ്. അപ്പം ആ ഫിഷിങ്ങിനെയും ജാഗ്രതയോടുകൂടി തന്നെ കാണണം നമ്മൾ. സോഫ്റ്റ്വെയർ പൈറസി അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്നത് ഇല്ലീഗൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഇല്ലീഗൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനെയോ അതിന്റെ ഡിസ്ട്രിബ്യൂഷനോ എല്ലാം സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് പോലും നിയമാനുസൃതം അനുവദിക്കുന്നതല്ല. അതും സൈബർ ക്രൈം എന്ന് പറയുന്ന കുറ്റകൃത്യത്തിനകത്ത് പെടുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. Denial of service attack refers to the act by which a user of any websites or service denied to the use of service of the website. Denial of service attack എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മൾ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള കാര്യം. നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തെ നെറ്റ്വർക്ക് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിനെ അങ്ങ് ജാമാക്കുക, ഏതെങ്കിലും ഒരു ആളിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിനകത്തൊക്കെ
നിരന്തരം മെസ്സേജുകളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ ആക്കി മാറ്റുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കാണ്. അപ്പം അത്തരത്തിലുള്ള ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ, സൈബർ ക്രൈമുകളെ നിയന്ത്രണ വിധേയമാക്കാനായിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉള്ളത്. ഇത്തരം ക്രൈമുകൾ മാത്രമല്ല ഉള്ളത്, നിരവധി ക്രൈമുകൾ സൈബർ യുഗത്തിൽ നിലവിലുണ്ട്. നിരവധി ചതിക്കുഴികളുണ്ട്. എല്ലാ തരത്തിൽ ഇത് ഉപയോഗിക്കുമ്പോഴും, ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും, ഇന്റർനെറ്റിനകത്തൂടെ നമ്മളിപ്പോൾ തന്നെ കാണുന്നുണ്ട്, പിന്നെ പല പ്രസിദ്ധമായിട്ടുള്ള താരങ്ങളുമെല്ലാം റമ്മി കളിക്കൂ, ഇന്റർനെറ്റിലൂടെ റമ്മി കളിക്കൂ, പണം നേടൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കളിക്കാനായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിരന്തരം പൈസ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പബ്ജി കളിച്ച് അതിനകത്ത് വീണുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. പല പല ഗെയിമുകൾ, ഇതിനെ നേരത്തെയൊക്കെ ബ്ലൂ വെയിൽ ഗെയിം എന്നൊക്കെ പറയുന്ന ഗെയിമുകൾ, ആൾക്കാരെ മരണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഗെയിമുകൾ തന്നെ നിലവിലുണ്ട്. പല പല അനാശാസ്യ പരിപാടികൾ ഇന്റർനെറ്റ് വഴി നടക്കുന്നു. ആൾക്കാരെ പല തരത്തിൽ കബളിപ്പിക്കുന്ന പരിപാടികൾ ഇന്റർനെറ്റ് വഴി നടക്കുന്നു. ഏത് തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള ഒരു കബളിപ്പിക്കൽ രീതികളാണ് ഇന്റർനെറ്റിനകത്ത് നടക്കുന്നത്. ഇതെല്ലാം സൈബർ ക്രൈമിനകത്ത് ഒരു പരിധിവരെയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എഴുതപ്പെടാത്ത കാര്യങ്ങൾ അനവധിയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്ന നിയമം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതൊരു പുതിയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ വിജിലൻ്റായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമായി ഇന്റർനെറ്റും അതുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം മാറിയിരിക്കുകയാണ്. അതിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് ഈ പറയപ്പെടുന്ന സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈമുകൾ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നൊക്കെ പറയുന്നത്. 2000-ലാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വരുന്നത്. 2008 അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിരവധി കാര്യങ്ങൾ ഈ ആക്ടിനകത്ത് തന്നെ പല സെക്ഷനുകളായിട്ട് ഇത്തരത്തിലുള്ള പിന്നെ സൈബർ ക്രൈമുകളെ പറ്റിയെല്ലാം വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലതും അപര്യാപ്തം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു തന്നെ വേണം മുന്നോട്ട് പോകാൻ. എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റിയെ പറ്റിയും സൈബർ ക്രൈമുകളെ പറ്റിയുമുള്ള ഒരു അവബോധം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ എന്നുള്ള കാര്യം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തിന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ HTML പറ്റി സംസാരിക്കാം.